നോബിൾ ഗ്യാസസിന്റെ കോമ്പൗണ്ട്സിനെ പറ്റിയാണ് പറയുന്നത് അല്ലേ. കോമ്പൗണ്ട്സിനെ പറ്റി കൂടുതൽ നമുക്ക് പഠിക്കാനില്ല. ഞാൻ പറഞ്ഞു സ്ട്രക്ചർ ഓഫ് fluorides and oxyfluorides of xenon. And in the last class we have seen two of such structures, that is one is the structure of xenon difluoride and other one is that of xenon tetrafluoride. And you have seen that xenon difluoride has a structure in which it is linear, and this linear structure is obtained from the VSEPR theory. We have seen that the lone pairs occupy the three corners of the triangle, and we have also seen that there are 5 pairs of electrons around the xenon. Xenon itself has 4 pairs of electrons, and from 2 fluorine atoms it will get 2 more electrons. Totally there will be 10 electrons, or number of electron pairs around the xenon will be 5. And from the number 5 we can also predict that as the hybridization is sp3d. sp3d s ന്റെ 1 p യുടെ 3 d യുടെ 1 കൂട്ടി 5. Isn't it 1 plus 3 plus 1, ഒരു s 3 p 1 d, sp3d 5 ഇലക്ട്രോൺ പേര്. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഫ്ലൂറൈഡിന്റെ സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഹൈബ്രിഡൈസേഷനും ഒക്കെ പറയും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ ഫ്ലൂറിന്റെ xenon സ്ട്രക്ചർ വരച്ച് ഒരു ഇലക്ട്രോൺ പെയർ എക്സൈറ്റ് ചെയ്യുന്ന വരച്ച് അതിൽ നിന്ന് 2 ഇലക്ട്രോൺസ് പെയറിങ് വന്ന് അങ്ങനെ മൊത്തം sp3d ആയി. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലായിരുന്നോ? അത്രയൊക്കെ പോകേണ്ട ആവശ്യമില്ല. പക്ഷെ അങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. പക്ഷെ നമുക്ക് മനസ്സിൽ കാണാൻ വരെ പ്രൊഡിക്റ്റ് ചെയ്യാനോ സിംപ്ലി the xenon difluoride XeF2 will have 8 plus 8 xenon ഫ്ലൂറിന്റെ ഓരോന്നാണ്, രണ്ടല്ല. 8 plus 2 is equal to 10. 10 by 2 is equal to 5. ഈ 5 ആണ് ഈ 5. അതായത് 5 ഇലക്ട്രോൺ പേർസ് ആണ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. xenon difluorideൽ xenonന്റെ ചുറ്റും 5 ഇലക്ട്രോൺ പേർസ് ആണ് ഉണ്ടായിരിക്കുക. xenon tetrafluorideൽ എത്ര ഉണ്ടാവും? xenonന്റെ 8ഉം ഫ്ലൂറിന്റെ 4ഉം 12 by 2 is equal to 12 ഇലക്ട്രോൺസ്. 2 എന്ന് പറഞ്ഞാൽ എന്താണ്? പേരൊക്കെയാണ്, അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? 12 by 2 6 ഇലക്ട്രോൺ പേർസ് xenon xenon tetrafluoride. 6 ഇലക്ട്രോൺ പെയർ ഉണ്ടെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും? 6 ആണെങ്കിൽ sp3d2 എന്നായിരിക്കും. 2 3 5 ഒന്നും 6 ഇലക്ട്രോൺ പേർസ് ഉണ്ടായിരിക്കും, sp3d2. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? xenonന്റെ സ്ട്രക്ചർ വരച്ച് 4 ഫ്ലൂറിനുമായിട്ട് ബോണ്ട് ചെയ്യണമെങ്കിൽ 4 ലോൺ പെയർ വേണം. 4 ലോൺ പെയർ വേണമെങ്കിൽ 2 അൺപെയർ ചെയ്യണം. sp3 s2 p6ലുള്ള p6ലുള്ള 2 എണ്ണം കഴിഞ്ഞ ക്ലാസ് കണ്ടാണ്. 2 എണ്ണം അൺപെയർ ചെയ്ത ഡിയിലേക്ക് പോകും. അപ്പോൾ ഡിയിൽ 2 എണ്ണം വന്നപ്പോൾ sp3d2 ഹൈബ്രിഡൈസേഷൻ വരുന്നത് അങ്ങനെയും കാണിക്കാം. അതാണ് ശരിയായ മെത്തേഡ്. ഇത് കുഴപ്പമൊന്നുമില്ല. sp3d2 ഹൈബ്രിഡൈസേഷൻ XeF4 സ്ട്രക്ചർ എന്തായിരിക്കും? ഇപ്പോൾ xenonന്റെ ചുറ്റും 6 ഇലക്ട്രോൺ പെയർസ് ഉണ്ടായിരിക്കും. 6 ഇലക്ട്രോൺ പേർക്ക് 4 ഫ്ലൂറിനുണ്ടെങ്കിൽ യാതൊരു സംശയമില്ല, structure will be something like that. Xenon will be at the fluorine, a square planar structure, and the 2 lone pairs will be one above and one below the plane of the square planar structure ആണ്. xenon നടക്കുന്നുണ്ടാവും. ഫ്ലൂറിനകത്തുന്ന ഒരു സ്ക്വയറിന്റെ 4 കോർണർ ഉണ്ടാവും. ഒരു ലോൺ പെയർ അതിന്റെ മേലെ ഉണ്ടാവും, ഒരു ലോൺ പെയർ അതിന്റെ താഴെ ഉണ്ടാവും. നമുക്ക് as from the VSEPR theory, the electron pairs around the atom will be trying to be as far away from each other as possible as a result of a repulsion from, or in order to reduce or minimize the repulsion between the electron pairs. And also keep in mind that yes, the repulsion will be maximum between a lone pair and lone pair, then a lone pair and bond pair, and a minimum between one pair മാറി പോയത് കേട്ടോ. ലോൺ പെയർ ബോണ്ട് പെയർ ആൻഡ് ബോണ്ട് പെയർ നമ്മൾ നേരത്തെ പഠിച്ചാണ്. നമ്മുടെ XE അടുത്തതിനോട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്, മുന്നിൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇവിടെയും അതുകൊണ്ടാണ് ലീനിയറായി വന്നിരിക്കുന്നത്. കാരണം ഇവിടെ 5 പേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ 2 ബോണ്ട് പെയർ പരമാവധി അകന്നിരിക്കും. അപ്പോൾ അതിനെ പറ്റുന്ന രൂപം ഇതാണ്. ഓക്കെ, ഇനി നമ്മുടെ XeF6 നമ്മുടെ ഇപ്പോഴത്തെ നിയമം വെച്ച് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. എന്താണ്? XeF6ന്റെ ചുറ്റും എത്ര ഇലക്ട്രോൺ പേഴ്സ് ഉണ്ടാവും? 8 ഉം 6 14 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ
7 pairs ഉണ്ടാവും. 7 pairs ഉണ്ടെങ്കിൽ എന്തായിരിക്കും hybridization will be sp3d3 sp3d3 7 pairs. മറ്റേ രൂപത്തിൽ നോക്കാം എന്താ ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട അതേ രൂപത്തിലേക്ക് പോവാം. That is considering a xenon atom and considering the lone pair of electrons, the unpairing of electrons and so on. You can see that then we see on 5sa 5p and 5d, and in the formation of a XeF6 it requires a 6 unpaired electrons, and 6 unpaired electrons are formed by unpairing all these p electrons, and we can see that in the excited state also we can see that these 6 electrons will get unpaired 1, 2, 3, 4, 5, 6 like this. Okay, ഇതാണ് സീനോണിന്റെ എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഇതിലേക്കാണ് 6 ഫ്ലൂറിൻ ആറ്റം ബോണ്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ ഫ്ലൂറിൽ നിന്നും ഓരോ ഇലക്ട്രോൺസ് ഇത് കിട്ടും. 1, രണ്ടാമത്തെ ഫ്ലൂറിൻ, മൂന്നാമത്തെ ഫ്ലൂറിൻ, നാലാമത്തേത്, അഞ്ചാമത്തേത്, ആറാമത്തേത്. Okay, that is this electron that is shown in the red color is actually the result of a pairing of electron between xenon and fluorine. Fluorine 7ന്റെ കൂടെ 8, fluorine 7ന്റെ കൂടെ ഈ ഇലക്ട്രോൺ ഈ നീല ഇലക്ട്രോൺ കൂടി പെയർ ചെയ്യുമ്പോൾ അതും 8 ആയി മാറും. അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ ആയിട്ട് ഷെയർ ചെയ്യുമ്പോൾ രണ്ടാക്കും ഇലക്ട്രോൺസ് എണ്ണത്തിൽ 8 ആയി വരും. ഇവിടെ 8ൽ കൂടുതൽ എന്തായാലും ഇതിങ്ങനെയാണ് അൺപെയർഡ് ഇലക്ട്രോൺസിന്റെ xenon അൺപെയർഡ് ഇലക്ട്രോൺസ് ഫ്ലൂറിനായിട്ട് പെയർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സ്ഥിതി എന്താണ്? You can see that this hybridization is sp3d3. നമ്മൾ പഠിച്ചിരിക്കുന്നത് sp3d3 hybridization ആണെങ്കിൽ അതിന് സാധ്യതയുള്ള, അതായത് as per the BSEPR theory the possible structure will be a arrangement will be a pentagonal bipyramid. Pentagon like this. 1, 2, 3, 4, 5 അഞ്ചെണ്ണം ഒരു പ്ലെയിനിൽ, ഒന്ന് ഈ പ്ലെയിനിന്റെ മേലെ, ഒന്ന് പ്ലെയിൻ. ഈ വരക്കൊന്നും വലിയ അർത്ഥമില്ല കേട്ടോ, ഇത് നമ്മൾ മനസ്സിലാക്കൊണ്ട് വരക്കുന്നതാണ്. അപ്പോൾ സീനോൺ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മുടെ ലോൺ പെയർ ഉണ്ടാവും, ബാക്കി എല്ലാ സ്ഥലത്തും ഫ്ലൂറിൻ ഉണ്ടാവും. ഇങ്ങനെയാണ് സീനോൺ ഹെക്സാഗണൽ സ്ട്രക്ചർ വരേണ്ടത് as per the BSEPR theory, but there is a slight difference. ഇങ്ങനെയല്ല കാണുന്നത്. You can see that the actual structure of xenon hexafluoride is a distorted octahedron. നമുക്കറിയാം XeF6ല് 6 ഫ്ലൂറിൻ ആയിട്ടുണ്ട്. 6 ഫ്ലൂറിൻ ഏകദേശം ഒരു ഒക്ടാഹെഡ്രോൺ പോലെ നിൽക്കും. പക്ഷെ അന്നേരം ഈ ലോൺ ബാക്ക് സ്ഥലം ഉണ്ടാവില്ല. അതുകൊണ്ട് ചെറിയൊരു ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രോൺ എന്ന് പറയും. കൃത്യമായിട്ടാണ്. So in that structure you can see that the xenon of course is at the center, and we have an octahedral arrangement like this. 1, 2, 3, 4, 5, 6 fluorine, 6 fluorines. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട പോലെ 2 along x axis, 2 along y axis, and ഇത് x axis ആണല്ലോ. ഇത് y axis ആണ്, ഇത് z axis ആണ്. എല്ലാ ആക്സിസിലും രണ്ടെണ്ണം വരുന്ന വിധത്തിൽ ഇത് റെഗുലർ ആയിട്ടുള്ള, പെർഫെക്റ്റ് ആയിട്ടുള്ള ഒക്ടാഹെഡ്രോൺ ആണ്. പക്ഷെ ഇവിടെ ഇതിന്റെ ഈ 6 ഫ്ലൂറിന് പുറമെ ഒരു ലോൺ പെയറും കൂടി അക്കോമഡേറ്റ് ചെയ്യണം. അത് കാണുന്നത് can see that ലോൺ പെയർ ഞാനിപ്പോൾ വരച്ചിരിക്കുന്നത് ഒക്ടാഹെഡ്രോണിന്റെ ഒരു ഫേസ് ആണ്. നിങ്ങൾക്ക് മനസ്സിലുണ്ടോ? ഒരു ട്രയാങ്കുലർ ഫേസ് ആണ്. ഇങ്ങോട്ട് വരുന്ന വേറെ ഫേസ് ഉണ്ട്. അങ്ങനെ 8 ഫേസസ് ഉണ്ടാവും. 4 ഫേസ് മേലെയും 4 ഫേസ് താഴെയും. മനസ്സിലുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് ഒരു സ്ക്വയർ കൺസിഡർ ചെയ്യാം. എന്റെ കയ്യിൽ നമ്മുടെ സ്ക്വയർ ഒരു പോയിന്റ് മേലെ ഒരു പോയിന്റ് താഴെ, ഇതാണ് ഒരു ഒക്ടാഹെഡ്രോൺ എന്ന് പറയുന്നത്. സ്ക്വയറിന് 4 മൂലക്കും 4 ഫ്ലൂറിൻ, ഒരു ഫ്ലൂറിൻ മേലെ, ഒരു ഫ്ലൂറിൻ താഴെ. ഈ ഫ്ലൂറിനിൽ നിന്ന് വേറെ ഫ്ലൂറിനിലേക്ക് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിൾ ഇങ്ങനെ കിട്ടും, വേറെ ഇങ്ങനെ കിട്ടും, വേറെ താഴെ 4 ട്രയാങ്കിൾ മേലെ കിട്ടും അല്ലേ? ഇതുപോലെ വരച്ചു കഴിഞ്ഞാൽ ഫ്ലൂറിനിൽ രണ്ടും. ഈ ഫ്ലൂറിൽ ഞാൻ പറഞ്ഞ നമ്പർ ഇടാം. ഫ്ലൂറിൻ നമ്പർ 1,
ചേർത്ത ഒരു ട്രയാങ്കിൾ കിട്ടും. 1 ഉം 3 ഉം 4 ഉം ചേർത്ത ഒരു ട്രയാങ്കിൾ കിട്ടും. 1 ഉം 4 ഉം 5 ഉം ചേർത്ത ഒരു ട്രയാങ്കിൾ കിട്ടും. 1 ഉം 5 ഉം 2 ഉം ചേർത്താൽ 4 ട്രയാങ്കിൾ മേലെ ഉണ്ടാവും, 4 ട്രയാങ്കുലർ ഫേസ് താഴെ ഉണ്ടാവും. അതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഒക്ടാഹീഡ്രൺ എന്ന് പറയുന്നത്. അത് ഒക്ട എന്നുള്ള വാക്ക് വന്നിട്ട് ഹാസ് 8 ഫേസസ്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് എ ഒക്ടാഹീഡ്രൺ. നമ്മൾ ആരെങ്കിലും ആലോചിച്ചത് ഇത് 6 കോർണേഴ്സേ ഉള്ളൂ അല്ലേ, 6 എപ്പക്സേ ഉള്ളൂ. പക്ഷേ ഇതിന്റെ പേരെന്താണ്? ഒക്ടാഹീഡ്രൺ എന്നാണ്. ആ ഒക്ട എന്നുള്ള വാക്ക് വന്നത് ഈ 6 നിന്നല്ല 8 നിന്നാണ്. 8 എന്ന് പറഞ്ഞതിന്റെ ഫേസസിന്റെ എണ്ണമാണ്. ട്രയാങ്കുലർ ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് 8 triangular faces. That's why it is called a octahedron. അതാണ്. അപ്പൊ ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു ഫേസിന്റെ സെന്ററിൽ കൂടിയാണ് ഏകദേശം ഇവിടെയാണ് നമ്മുടെ ലോൺ പേരുള്ള സാധനം ഉണ്ടാവും. മനസ്സിലായില്ലേ? അത് ഏത് ഫേസ് എന്നുള്ളത് ഏത് ഫേസും ആവാം. കാരണം 8 ഫേസസ് ഒരുപോലെയാണ്. അതുകൊണ്ട് തന്നെ it is seen that as the lone pair of electron, it is said that it flips between positions. ഒരു പ്രത്യേക സാധനത്തിൽ ഇങ്ങനെ പരക്കെ ഓടിച്ച് കളിക്കൊണ്ടിരിക്കും. മിക്കവാറും സമയത്ത് ഇടയിൽ കാണാം ഏതെങ്കിലും ഒരു ഫേസിന്റെ സെന്ററിലേക്കാണ് കാണുന്നത്. സോ വി കൻ സേ ദാറ്റ് അങ്ങനെ വരുമ്പോൾ ഈ 1 ഉം 4 ഉം 5 ഉം കുറച്ച് ഇങ്ങനെ വിട്ടു നിൽക്കും. ഇലക്ട്രോൺ വരുന്നുണ്ട്, മനസ്സിലായില്ലേ? ചെറിയൊരു റിപ്പൽഷൻ കൊണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ശരിയായ ഒക്ടാഹെഡ്രൺ അല്ല, ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രൺ ആണ് അതിന്റെ ഷേപ്പ്. ഡിസ്റ്റോർട്ടഡ്, slightly distorted because of the presence of the lone pair of electrons. അപ്പോൾ ഏകദേശം ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്നത് ശരിയായ സ്റ്റഡിയായ സ്ട്രക്ചർ അല്ല. കാരണം ഏത് ഫേസിലാണോ ആ ലോൺ പെയർ വരുന്നത്, ആ ഫേസിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന 3 ഫ്ലൂറൻ ആറ്റംസ് ലേസർ ആകുന്നു. സ്വാഭാവികമായിട്ടും ഇപ്പുറത്തെ ചെറിയ വ്യത്യാസങ്ങൾ വരും. ഇപ്പം ഇങ്ങോട്ട് ചിലപ്പോൾ 1 ഉം 6 ഉം 2 ഉം 3 ഈ ഫേസ് ആണെങ്കിലോ ഇവിടെ വന്നു കഴിഞ്ഞാലോ ഈ 2നും 6നും 3ക്കും ചെറിയ അനക്കമുണ്ടാവും. ഇപ്പൊ 1 ഉം 4 ഉം 5 ഉം ആണ്. ചിലപ്പോൾ 2 ഉം 6 ഉം 4 ഉം 5 ഉം വരാം. വേറെ ട്രയാങ്കിൾ ആണ്. 6 ഉം 4 നമ്മൾ പെട്ടെന്ന് വരച്ച് കാണിക്കാൻ പറ്റില്ല. 6 ഉം 4 ഉം 5 ഉം വരുന്ന ട്രയാങ്കിൾ വരാം. അങ്ങനെ 8 ട്രയാങ്കുലർ ഫേസസ് ഉണ്ട്. ഈ ട്രയാങ്കുലർ ഫേസസ് ഏതില്ലെങ്കിലും സെൻട്രലായിരിക്കും ആരുടെ സാധനം ഉണ്ടാവുക? ലോൺ പെയറിന്റെ സാധനം ഉണ്ടാവും. ആൻഡ് ദാറ്റ് ഈസ് നോട്ട്, ഇറ്റ് ഈസ് സീൻ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഫിക്സ്ഡ്. ഇതിന്റെ സ്ട്രക്ചറെ പറ്റി ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. കൃത്യമായ സ്ട്രക്ചർ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും ഇപ്പൊ പറയുന്ന സ്ട്രക്ചർ എങ്ങനെയാണ്? ഇറ്റ് ഹാസ് എ ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രൺ. ഇറ്റ് ഈസ് നോട്ട് ഹാവിങ് എ പെന്റഗണൽ ബൈപിരമിഡ്. ശരിക്കും 7 പേഴ്സ് ഒരു ആറ്റത്തിൽ ഉണ്ടെങ്കിൽ അതിന് ഏറ്റവും പറ്റിയ ജോമെട്രി നമ്മുടെ VSC അനുസരിച്ച് പെന്റഗണൽ ബൈപിരമിഡ് ആണ്. ഓഫ് ദി 7 പൊസിഷൻസ്, 1 ഓഫ് ദി ഇക്വറ്റോറിയൽ പൊസിഷൻസ് ഈ പ്ലെയിൻ ആക്സിയൽ പൊസിഷൻസ് അറിയാമല്ലോ. ഇതിൽ 5 പോയിന്റ് ഉണ്ടാവും. ഒരു എന്താണ്? പെന്റഗണൽ ബൈപിരമിഡ്. എത്ര ട്രയാങ്കിൾ ഉണ്ടാവും? 5 ട്രയാങ്കിൾ തുറന്ന് വരാൻ ഇങ്ങനെ പോലെ 8 ആയിപ്പോഴത്തെ 5 ട്രയാങ്കിൾ മേലെ ഉണ്ടാവും, 5 ട്രയാങ്കിൾ താഴെ ഉണ്ടാവും. നമ്മുടെ ആ പെന്റഗണൽ ബൈപിരമിഡ് ഏതെങ്കിലും ഒരു ആക്സിയൽ ഇക്വറ്റോറിയൽ പൊസിഷനിൽ ഒരു ലോൺ പെയർ ഉണ്ടായിരിക്കുകയും ബാക്കിയുള്ള 6 പൊസിഷൻസ് നമ്മൾ ആറ്റംസ് ഒക്കുപ്പൈ ചെയ്യും, അല്ലെങ്കിൽ ബോണ്ട് പെയർസ് ഒക്കുപ്പൈ ചെയ്യും. അങ്ങനെയാണ് വേണ്ടത്. In the case of xenon hexafluoride, it is seen that the structure is not similar to a pentagonal bipyramid, but more similar to a octahedron. And more correctly, it is a distorted octahedron. It is distorted because as a lone pair of electron will occupy a position somewhere at the middle of one of the triangular faces of the octahedron. You know, octahedron has 8 triangular faces, and the lone pair of electron may be seen at the center of any of such a triangular face. And it is also understood that a lone pair does not occupy a fixed position, rather it flips between positions. ഈ പൊസിഷൻസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുക. ഏതെങ്കിലും ഒരു ഫേസിന്റെ സെൻട്രൽ അതിന്റെ സാധനം ഉണ്ട്, അതിന് പ്രത്യേകിച്ച് ഒരു സാധനം വരും, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഷേപ്പ് എന്തല്ല, ഒരു പെർഫെക്റ്റ് ഒക്ടാഹെഡ്രൺ അല്ല, ദാറ്റ് ഈസ് എ ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രൺ. Is it clear? Okay, that is about a xenon hexafluoride. So xenon difluoride, xenon tetrafluoride and xenon hexafluoride. നമുക്ക് ഓക്സി ഫ്ലൂറൈഡ്സ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ XeOF2, simplest oxyfluoride, XeOF2, xenon oxyfluoride. So നമ്മുടെ
ഹൈബ്രിഡൈസേഷനിൽ എത്തിപ്പെടാനുള്ള ഒരു അപ്രോച്ച് ഉണ്ടല്ലോ, അത് അൺപെയർ ചെയ്തിട്ട് എന്ന് നോക്കുകയാണെങ്കിൽ we can see that a C naught as a വീണ്ടും വീണ്ടും വരക്കേണ്ട ആവശ്യമില്ല, നമ്മൾ മനുഷ്യന് പറഞ്ഞോണ്ട് തന്നെ വീണ്ടും വീണ്ടും വരക്കുവാണ്. C naught x of C naught has a S2 P6 configuration. SPD ഇവിടെ 5 5 നേടുന്ന 5s 5p 5d. ഇനിയിപ്പോ നമ്മൾ നേരത്തെ ഫ്ലൂറിന്റെ കേസ് കുറച്ച് എളുപ്പമായിരുന്നു ഫ്ലൂറിന്, പക്ഷെ ഓക്സിജൻ അങ്ങനെയല്ല. ഓക്സിജന് ഒരു ഇലക്ട്രോൺ പോരാ, 2 ഇലക്ട്രോൺ വേണം. കാരണം ഓക്സിജൻ 6 ഇലക്ട്രോൺ മാത്രമേ അതിന്റെ സ്വന്തമായിട്ടുള്ള S2P4 ആണ്. ഫ്ലൂറിൻ ഹാലജൻസിന്റെ തൊട്ടിപ്പുറത്തെ ഗ്രൂപ്പം കറിയ ഓക്സിജൻ വരുന്നത് ഫ്ലൂറിൻ is short of 1 electron for octet, oxygen is short of 2 electrons for octet. അപ്പോൾ ഒരു ഓക്സിജൻ 2 ഇലക്ട്രോൺ വേണം, ഓരോ ഫ്ലൂറിനും ഓരോ ഇലക്ട്രോൺ, മൊത്തം 4 അൺപെയർഡ് ഇലക്ട്രോൺ വേണം. അപ്പോൾ സോ നാച്ചുറലി ഇറ്റ് വിൽ unpair in such a way that 4 unpaired electrons, idum clear? This pair as well as this pair will unpair, resulting in 4 unpaired electrons. There are 4 unpaired electrons, and now these 4 unpaired electrons in the arocane bonded fluorine is a S2P5, oxygen is a S2P4. ഒരു ഫ്ലൂറിൻ എസ് വരക്കുന്നില്ല, പി മാത്രമേ വരക്കുന്നുള്ളൂ. ഇതില് 1 2 3 4 5 ഇതൊരു ഫ്ലൂറിനാണ്. ഒരു ഫ്ലൂറിന്റെ പി എസ് ഓർബിറ്റൽ ഫുള്ളാണ്, പി മാത്രം നമുക്ക് കാണിക്കാം. വേറൊരു ഫ്ലൂറിൻ ഇങ്ങനെ കാണിക്കാൻ മനസ്സിലാൻ വേണ്ടി കാണിക്കാം, ഇങ്ങനെ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് പറഞ്ഞാൽ മതി. 1 2 3 4 5 ഇത് രണ്ടാമത്തെ ഫ്ലൂറിൻ. അതിന്റെ ഓക്സിജൻ ആകലോ 1 2 3 4 ഇത് ഓക്സിജനാണ്. അപ്പൊ ഇത് നമ്മളെ സീനോണാണ്. ഇത് രണ്ട് ബോണ്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? You can see that yes, the fluorine atom shares ഈ ഇലക്ട്രോൺ വേറെ കളറിൽ കാണിക്കാം. This fluorine atom ഈ ഇലക്ട്രോണും വേറെ കളർ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇതാണ് അൺപെയർഡ് ഇലക്ട്രോൺസ് ആരിലുള്ളത്, ഫ്ലൂറിനിലും ഓക്സിജനിലും. This fluorine shares an electron with one of these electron of xenon, so that yes, ഇതിന്റെ ഷെയർ ഇവിടെയും കിട്ടും, അതിന്റെ ഷെയർ ഇങ്ങോട്ട് വരും. ഓക്കെ, അപ്പൊ സീനോണ് ഷെയർ ചെയ്യുമ്പോൾ സീനോൺ ഒരു ഇലക്ട്രോൺ കൂടുതൽ കിട്ടി, ഫ്ലൂറിന്റെ കാര്യം ഭംഗിയായി. അടുത്ത ഫ്ലൂറിൻ അതുപോലെ തന്നെ ഈ ഇലക്ട്രോണെ ഇതുമായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ എന്തുണ്ടാവും? ഇവിടെ ഇതിന്റെ കാര്യം ഭംഗിയായി, അവിടെയും ഒരു പാരിങ് വന്നു കഴിഞ്ഞു. ഓക്കെ, ഇനി ഓക്സിജൻ എടുത്തു കഴിഞ്ഞാൽ ഓക്സിജൻ ഇതുപോലെ ഇവിടെയുള്ള ഒരു ഇലക്ട്രോൺ ഓക്സിജനായിട്ട് ഷെയർ ചെയ്ത് ഇത് ഓക്കെ. നമുക്കറിയാം ഒന്നിൽ കൂടുതൽ ഇലക്ട്രോൺ ഷെയർ ചെയ്യണമെങ്കിൽ സിഗ്മ ബോണ്ടിങ് പറ്റൂല. അതെന്താണ്? ഒന്നിൽ കൂടുതൽ ഇലക്ട്രോൺ രണ്ടാം ഷെയർ ചെയ്യുമ്പോൾ ഒന്ന് സിഗ്മ ബോണ്ടും ഒന്ന് പൈ ബോണ്ടും ആയിരിക്കും. അപ്പോൾ ഓക്സിജൻ എടുത്തു കഴിഞ്ഞാൽ ഓക്സിജൻ ഇപ്പോൾ ഒരു ഇലക്ട്രോൺ ഷെയർ ചെയ്തപ്പോഴും ഒരു ഇലക്ട്രോണിന്റെ കുറവുണ്ട്, ഇവിടെ ഒരു ഇലക്ട്രോൺ വെറുതെ കിടപ്പുണ്ട്, അതെന്ത് ചെയ്യും? അതും ഇതുമായിട്ട് ബോണ്ട് ഫോം ചെയ്യും. പക്ഷേ ആ ബോണ്ട് എന്തല്ല, അതൊരു സിഗ്മ ബോണ്ട് അല്ല, അതൊരു പൈ ബോണ്ടാണ്. ഈ ബോണ്ട് പൈ ബോണ്ട്. ഇതും 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 എന്താണ്? സിഗ്മ ബോണ്ടുകളാണ്. മറ്റേതെന്താണ്? പൈ ബോണ്ടാണ്. ഇത് പൈ ബോണ്ട്, ഇത് ഓക്സിജൻ. ഓക്കെ, ഇത് പൈ ബോണ്ടാണ്. മനസ്സിലുണ്ടോ? So we can see that the 4 unpaired electrons of a xenon, out of the 4, 2 pairs with the fluorine atoms and 1 pairs with the
one of the electrons, unpaired electron of a oxygen atoms. Okay. അവിടെ വരെ സിഗ്മ ബോണ്ട് ഫോർമേഷൻ. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും? അതാണ് ഹൈബ്രിഡൈസേഷൻ വിൽ ബി ഇവിടെ വരും പൈ ബോണ്ട് അതിൽ വരും. നമുക്കറിയാം സിഗ്മ ബോണ്ട് മാത്രമേ വരുന്നുള്ളൂ. sp3d and the remaining s unhybridized p orbital of xenon and the s p orbital of a oxygen forms a pi bond. അത് പൈ ബോണ്ട് ആണ്. മറ്റേ സിഗ്മ ബോണ്ട് ശ്രദ്ധിക്കുക. പൈ ബോണ്ട് ഇതാ ഫ്ലൂറിന്റെ പി ഓർബിറ്റലും ഓക്സിജന്റെ പി ഓർബിറ്റലും ഇതിലൊക്കെ ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്. ഈ അൺപെയ്ഡ് ഇലക്ട്രോൺ ഇതിലുണ്ട്. ഇത് രണ്ടും തമ്മിൽ ഒരു ലാറ്ററൽ ഓവർലാപ്പ് നടത്തിയിട്ട് ഇതാണ് ഈ പറഞ്ഞ പൈ ബോണ്ട് ഫോം ചെയ്യുന്നത്. മനസ്സിലുണ്ട് നിങ്ങൾക്ക്? You can see that so totally 4 bonds are formed between xenon, 2 fluorines, 2 bonds, 1 oxygen, 2 bonds. But of the 2 bonds formed with oxygen, one will be a sigma bond, other one will be a pi bond. We cannot, because there is no possibility of forming 2 sigma bond between 2 രണ്ടായിരങ്ങൾ ഒരിക്കലും ഒന്നിൽ കൂടി സിഗ്മ ബോണ്ട് ഫോർമേഷൻ പറ്റില്ല. കാരണം സിഗ്മ ബോണ്ട് is a direct endon overlap. അങ്ങനെ വരുന്ന ഓർബിറ്റൽ ഓറിയന്റേഷൻ ഒന്ന് വന്നു കഴിഞ്ഞാൽ ബാക്കിൻ്റെ ഒക്കെ സ്ഥാനം മാറി ബാക്കി പിന്നെ ഇങ്ങനെ ഉണ്ടാവുക. ഇതെന്താണ്? അത് സൈഡ് വേസ് ഓവർലാപ്പ് മാത്രമേ നടക്കൂ. ഒന്നും നടക്കില്ല. അത് എൻഡോൺ ഓവർലാപ്പ് നടക്കില്ല. സിഗ്മ ബോണ്ട് ഫോർമേഷൻ പറ്റില്ല. പൈ ബോണ്ട് ഫോർമേഷൻ മാത്രം. അതൊക്കെ മനസ്സിലാണ്. ശ്രദ്ധിക്കുക. നമുക്ക് ഇവിടെ ഒരു ഓർബിറ്റൽ ഉണ്ടെങ്കിൽ ഇതൊരു ആറ്റമാണ്. ഇതിൻ്റെ ഒരു ഓർബിറ്റൽ ഇങ്ങനെയും ഒരു ഓർബിറ്റൽ ഇങ്ങനെയും ഉണ്ട്. ഇത് വേറൊരു ആറ്റാണ്. അതിൻ്റെ ഒരു ഓർബിറ്റൽ ഇങ്ങനെയും ഒരു ഓർബിറ്റൽ ഇങ്ങനെയും ഉണ്ടെങ്കിൽ ഈ 2 ഓർബിറ്റൽ തമ്മിൽ സിഗ്മ ബോണ്ട് ഡയറക്റ്റ് ആണ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് തമ്മിൽ ഒരിക്കലും സിഗ്മ ബോണ്ട് പോകുന്നുണ്ട്. ഇത് തമ്മിൽ എന്താണ്? ഇത് പൈ ബോണ്ട് മാത്രമാണ്. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ എത്തിലീനും അസറ്റിലീനൊക്കെ പഠിക്കുമ്പോൾ അല്ലേ? സിഗ്മ ബോണ്ടാണ്. ഇത് പൈ ബോണ്ടാണ്. അതുപോലെ ഓക്സിജൻ ഫ്ലോർ നമ്മൾ 2 ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. അതിലൊന്ന് സിഗ്മ ബോണ്ടാണ്, ഒന്ന് പൈ ബോണ്ടാണ്. What's the point? ഇതാണ് കണ്ടീഷൻ. സോ വാട്ട് ഇസ് ഹൈബ്രിഡൈസേഷൻ മനസ്സിലാക്കിയാൽ ഒരിക്കലും പൈ ബോണ്ട് അതിൽ ഉൾക്കൊള്ളിക്കാം. പൈ ബോണ്ട് അതിന് പുറത്ത് you can see that yes lone pairs വരും 1 2 3 4 5. only 5 pairs of electrons are around xenon. 6 pairs ഉണ്ട്. പക്ഷേ ഒന്ന് പൈ ബോണ്ടിൽ കൂടിയാണ്. ഈ 5 pairs sp3d ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ HCF2 കണ്ട പോലെ തന്നെയാണ് sp3d. അപ്പോൾ xenon will be at the. So what is the shape? Arrangement? The arrangement of electron pairs will be trigonal sp3d trigonal bipyramid. Trigonal bipyramid, that is the xenon is at the center. The 3 pairs are at the 3 corners and one above and one below. We can see that this is fluorine, this is fluorine, and this is a lone pair and this is കുറച്ചുകൂടി സൗകര്യം ഇടം എത്താൻ കുഴപ്പമില്ല. 3 ഒരുപോലെ ഇടാം. ഈ 3 പോയിന്റ് തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. എന്നാലും കുറച്ചുകൂടി സൗകര്യത്തിന് വേണ്ടി ഇതൊരു ലോൺ പെയർ, ഇത് വേറൊരു ലോൺ പെയർ. ഇതാരാണ്? ഇതൊരു ഓക്സിജൻ ആണ്. ഓക്സിജനോട് എന്താണുള്ളത്? ഓക്സിജനോട് ഡബിൾ ബോണ്ടാണുള്ളത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ 2 പേഴ്സ് ഉണ്ട്. ഈ 2 പേർക്ക് എടുത്തെടുത്തുണ്ടാവും. കാരണം സീനോൺ ഓക്സിജൻ തമ്മിൽ 4 ഇലക്ട്രോൺസ് 2 ഇലക്ട്രോൺ ഷെയർ ചെയ്ത് 4 ഇലക്ട്രോൺ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ട് ഷെയർ ചെയ്യുന്നത് ഇവിടെ 4 ഇലക്ട്രോൺ, 2 ചോപ്പ് അങ്ങോട്ട് 2 നീല ഇങ്ങോട്ട് പറഞ്ഞ പോലെ 4 ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുന്നുണ്ട്. Got the point? And you can see that this is the shape of a xenon or correctly XeOF2. XeOF2 has a T-shaped structure. T-shaped ആണ്. ഈ ഇലക്ട്രോൺ കാണുമ്പോൾ നമ്മളിതാ xenon ഇവിടെ, ഓക്സിജൻ ഇവിടെ. ഇതിന്റെ സ്ട്രക്ചർ ഇതാ. T-shaped structure is for xenon oxygen എന്ന് പറഞ്ഞാൽ പൂർണ്ണ പേര് ശരിയല്ല. XeOF2 കാരണം O2F2 ഉണ്ട്, OF4 ഒക്കെ ഉണ്ട്. അതുകൊണ്ട് XeOF2 has a T-shaped structure or arrangement is a trigonal bipyramid with the 2 fluorine atoms occupying the axial positions, oxygen atom occupying one of the equatorial positions, and the 2 remaining equatorial positions occupied by lone pairs of electrons. And you can see the shape of the molecule is T-shaped, like this: oxygen, xenon, and fluorine on either side. And the ഈ ആംഗിൾ ഏകദേശം 90 ഡിഗ്രി. ഏകദേശം 90 ഡിഗ്രി. കാരണം പെയർ റിപ്പൽഷന് ബോണ്ട് പെയർ പറഞ്ഞ ഡബിൾ ബോണ്ടഡ് പെയർ ഒക്കെ റിപ്പൽസ് ചെറിയ വ്യത്യാസം ഉണ്ടാവും. എന്നാൽ ഏകദേശം 90 ഡിഗ്രിയിൽ ചേർന്ന് വരുന്ന ഒരു ആംഗിൾ ആയിരിക്കും. 90 ഡിഗ്രി പെർഫെക്റ്റ് ഒന്നല്ല, ആയിരിക്കുകയില്ല. മനസ്സിലായില്ല? So that is structure of
XeOF2. ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് തെറ്റില്ല. നമ്മൾ XeF2ന്റെ സ്ട്രക്ചർ എന്തായിരുന്നു? XeF2, you can see that it has a structure lone pair and lone pair. You can see that XeOF2 has very similar structure. The thing is one of the lone pairs, ഈ ഒരു lone pair ഉള്ള സ്ഥാനത്ത് അവിടെ ഓക്സിജൻ ഉണ്ടായിരിക്കും. മനസ്സിലാണ്ട? ഒരു ലോൺ പെയർ സ്ഥാനത്ത് ഓക്സിജൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അത് ലോൺ പെയർ ആയാലും ഓക്സിജൻ ആയാലും, if you consider the number of electron pairs around xenon in xenon fluorides or xenon oxyfluoride, we can see that we can calculate the number of electron. xenon fluoride के हम electron pair calculate xenon 8 പിന്നെ F2 അങ്ങനെ 8 2 10 10 ന്റെ പകുതി 5 പേർ ഉണ്ടാവും. 5 പേരിൽ അറേഞ്ച് ചെയ്യുമ്പോൾ അത് ട്രൈഗണൽ ബൈ പിരമിഡ് ആയിരിക്കും. ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും? sp3d ആയിരിക്കും. ഓക്കെ, നമ്മുടെ XeOF2 വന്നാൽ ഓക്സിജൻ നമ്മൾ കാണുക വേണ്ട. കാരണം ഓക്സിജൻ ഒക്കുപ്പൈ ചെയ്യുന്ന സ്ഥാനവും ലോൺ പെയർ ഒക്കുപ്പൈ ചെയ്യുന്ന സ്ഥാനവും തമ്മിൽ ഒരു വ്യത്യാസമില്ല. ഏതെങ്കിലും കാരണം ഈ രണ്ട് ഇലക്ട്രോണും പെയർ ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ അഡീഷണൽ ഇലക്ട്രോൺ പെയർ നമ്മൾ അവിടെ കാണേണ്ട ആവശ്യമില്ല. ടോട്ടലായിട്ട് XeF2 ഇലക്ട്രോൺ എത്ര ഇലക്ട്രോൺ പെയർ റൺ ചെയ്തിട്ടുണ്ടോ അത്രയും തന്നെയാണ് XeOF2 റൺ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ 2 പേരുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിന് പ്രത്യേകം 2 സ്ഥാനം ഒരു സ്ഥാനമേ ഉള്ളൂ. അതുകൊണ്ട് എത്ര സ്ഥാനങ്ങൾ ഉണ്ടാവും? xenon 8 XeF2 എത്ര സ്ഥാനങ്ങളുണ്ടോ അത്രയും സ്ഥാനങ്ങൾ തന്നെ ഉണ്ടാവും. XeOF2 ഓക്സിജനെ കാണേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ ഇഫ് യു ആർ what is hybridization in XeOF2 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ XeOF2 ഹൈബ്രിഡൈസേഷൻ ആണ് ചോദിച്ചത്. ഹൈബ്രിഡൈസേഷൻ ചോദിക്കുമ്പോൾ എന്താ കാണേണ്ടത്? എത്ര പേഴ്സ് xenon ചുറ്റും ഉണ്ടെന്ന് കണക്കൂട്ടാം. xenon 8 xenon 8 ഫ്ലൂറിന്റെ 2 10 ഓക്സിജനെ കാണണ്ട. ആ xenon XeF2 ആയാലും ശരി XeOF2 ആയാലും ശരി നമുക്കറിയാം ഹൈബ്രിഡൈസേഷൻ 2 കേസിലും sp3d ആണ്. പറഞ്ഞ മനസ്സിലാണ്. അങ്ങനെ വരാനുള്ള കാരണം എന്താണ്? കാരണം ഫ്ലൂറിൻ മാത്രമുള്ള കേസിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തൊരു ലോൺ പെയർ ഉണ്ടെങ്കിൽ അവിടെ ഒരു ഓക്സിജൻ വന്നു കഴിഞ്ഞാലും മൊത്തത്തിലുള്ള അറേഞ്ച്മെന്റ് യാതൊരു വ്യത്യാസമില്ലാത്ത അർത്ഥം. കാരണം ആ 2 പെയറും ആ 2 ഇലക്ട്രോണും ഒരേ സ്ഥാനത്തിന് അപ്പോഴും നിൽക്കുന്നത്. നേരെ മറിച്ച് ഈ സ്ഥാനത്ത് 2 ഫ്ലൂറിൻ വന്നു കഴിഞ്ഞാലോ അപ്പൊ ഇത് ഒരു പേര് 2 പേരായി മാറും. അപ്പൊ sp3d പകരം sp3d2 ആവും. ഓക്സിജൻ ആകുമ്പോൾ 2 പേർ വരുന്നുണ്ടെങ്കിൽ 2 പേർ ഒരേ സ്ഥാനമാണ് ഒക്കുപ്പ് ചെയ്യുന്നത്. കാരണം 2 ഓക്സിജൻ നേരെ ഒക്കുപ്പ് ചെയ്യുന്നത്. അപ്പൊ xenon ചുറ്റും എത്ര ഇലക്ട്രോൺ പെയർ ഉണ്ട്? അവിടെ നേരത്തെ പറഞ്ഞ 5 തന്നെയേ ഉള്ളൂ. 6 ഉണ്ടെങ്കിലും 5 സ്ഥാനങ്ങളേ ഉള്ളൂ. 5 ഇലക്ട്രോൺ ഉള്ള പോലെ നമ്മൾ കാണേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ പറഞ്ഞ പോയിന്റ് മനസ്സിലായി തന്നെ വിഷയം. ഒരു എക്സാമ്പിൾ എടുക്കുമ്പോൾ XeOF4 വേറൊരു ഓക്സിജൻ ഫ്ലൂറാണ് xenon. ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റും. എന്താണ്? Xe-ന്റെ കൂട്ടം ഓക്സിജന്റെ കൂട്ടല്ല. Xe-ന്റെ 8 ഫ്ലൂറിന്റെ 4 8 4 12 6 പേര് ഇതുവരെ ഉണ്ടാവും. sp3d2 ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും? sp3d2 ആയിരിക്കും. സ്ട്രക്ചർ എന്തായിരിക്കും? സ്ട്രക്ചർ നമ്മള് നേരത്തെ വരച്ചിരിക്കുന്ന അതിലേക്ക് നമുക്ക് വിശദമായിട്ട് തിരിച്ചു പോവാം. കാണിച്ചു തരാം. നേരത്തെ വരച്ചിരിക്കുന്ന Xe ഇവിടെ, ഫ്ലൂറിൻ ഇവിടെ, ഫ്ലൂറിൻ ഇവിടെ, ഇത് XeF4 ഇവിടെയും ലോൺ പെയർ ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ? ഇതായിരുന്നു നമ്മൾ കുറച്ച് മുമ്പേ കണ്ടിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട്. ഇപ്പൊ XeOF4 ആകുമ്പോൾ എന്താ ഉണ്ടാവുക? ഈ ഒരു സ്ഥാനത്ത് അവിടെ ഒരു സ്ഥാനത്താരുണ്ടാവും. അത് വ്യത്യാസം മാത്രമേ ഉണ്ടാവും. മനസ്സിലായില്ലേ? So the hybridization in XeF2 and XeOF2 will be the same. In XeF4 and XeOF4 will be the same. In XeF4 and XeO2 വേറെ സ്ഥാനമുണ്ട്, അത് നമുക്ക് പ്രത്യേകം കാണാം. Will be the same. O2 എന്ന് പറയുന്നുണ്ടാവുക അവിടെ ഈ പേർ പോയിട്ട് അവിടെ വേറെ ഓക്സിജൻ ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ ഹൈബ്രിഡൈസേഷനിൽ യാതൊരു വ്യത്യാസമില്ല, ഫ്ലൂറിൻ അറേഞ്ച്മെന്റ് വ്യത്യാസമില്ല. നേരത്തെ ലോൺ പെയർ ഉള്ള സ്ഥാനത്ത് XeF4 അവിടെ ലോൺ പെയർ ഉണ്ടായിരുന്നോ അവിടെ ഒരു ഓക്സിജനോ 2 ഓക്സിജനോ വന്നാലും അതിന്റെ അറേഞ്ച്മെന്റിനോ സ്ട്രക്ചറിനോ കാര്യമായ മാറ്റം വരുന്നില്ല എന്ന് മനസ്സിലാക്കുക. So the structure of a the arrangement of electrons around a XeF2 and XeOF2 will be the same. The hybridization in XeF2 and XeOF2 will be the same. The hybridization in XeF4 and XeOF4 will be the same.